ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭജഗോവിന്ദമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ ദിവസമാണെന്ന് ഭജഗോവിന്ദം. 7ാമത്തെ ദിവസമാണ്. ഇന്ന് 7ാമത്തെ ക്ലാസ്സാണ് ഭജഗോവിന്ദം. നമുക്ക് ആദ്യത്തെ 12 ശ്ലോകങ്ങൾ ചൊല്ലാം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ മൂഢജഹീഹിതനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം നളിനീദളഗത ജലമതി തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹദം ച സമസ്തം യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ ത്വം കഃ ആയാതഃ ത്വം ചിന്തയതദിഹ ഭ്രാതഃ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തിഃ വയസി ഗതേ കഃ കാമവികാരഃ ശുഷ്കേ നീരേ കഃ കാസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ
തദപി ന മുഞ്ചത്യാശാവായുഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം, നമസ്കാരം. ഇപ്പോ സത്സംഗമാകുന്ന ലിഫ്റ്റിൽ കയറാൻ പറഞ്ഞു ആചാര്യ ഭഗവത്പാദർ. എന്നാൽ ജീവൻ മുക്തിയാകുന്ന നിലയിലേക്ക് കയറാം, ഉയരാം. ലിഫ്റ്റിൽ അങ്ങോട്ട് നിങ്ങൾ കയറിയിരുന്നാൽ മതി, തന്നെ എത്തിക്കോളും ഉയരത്തില്. ശ്രവണം ചെയ്യുക എന്നുള്ള സ്വിച്ച് ഇട്ടാൽ മതി, പിന്നെ ലിഫ്റ്റ് നിങ്ങളെ മുകളിലേക്ക് കയറ്റിക്കോളും. അത് കഴിഞ്ഞ് കാരണമുണ്ടെങ്കിലേ കാര്യമുള്ളൂ, അജ്ഞാനമുള്ളപ്പോഴേ സംസാരമുള്ളൂ എന്ന് പറയാൻ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. വയസ്സായിട്ടുള്ള വൃദ്ധന്മാർക്ക് കാമവികാരം ഉണ്ടാവുമോ? യൗവനത്തിന്റെ തളപ്പല്ലേ കാമവികാരങ്ങൾ. അതുപോലെ വെള്ളമുള്ളപ്പോഴല്ലേ ജലാശയമുള്ളൂ. നീരം ശുഷ്കമായാൽ കാസാരഹ കഹ. അതുപോലെ ധനമുള്ളപ്പോഴേ ചുറ്റും പരിവാരങ്ങൾ സേവിക്കാനുണ്ടാവുകയുള്ളൂ. അതുപോലെയാണ് സംസാരം നിലനിൽക്കണമെങ്കിൽ അജ്ഞാനം നിലനിൽക്കണം. ജ്ഞാനം വന്ന് അജ്ഞാനം പോയി കഴിഞ്ഞാൽ സംസാരത്തിനും നിലനിൽപ്പില്ലാതെയാകും എന്ന് പറഞ്ഞു. അതിനുശേഷം ധനജന യൗവന ഗർവം മാ കുരു. ധനം കൊണ്ടുള്ള ഗർവമോ, ജനം ഉണ്ട് എന്നുള്ള കരുതൽ കൊണ്ടുള്ള ഗർവമോ, യൗവനമുണ്ട് എന്നുള്ള ഗർവമോ വേണ്ട. മാ കുരു, അരുത്. കാരണം നിമേഷാത് കാലഹ സർവം ഹരതി. കാലത്തിന് ഇതെല്ലാം തട്ടിത്തെറിപ്പിക്കാൻ നിമിഷം മതി. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഇതെല്ലാം പൊയ്ക്കളയെന്ന് പറയാം. നമ്മളിപ്പോ അഹങ്കരിച്ചിരിക്കുന്ന ഈ നേരം, ഈ നിമിഷം കൊണ്ട് നമ്മുടെ ഭൂമി ഇവിടെ പിളർന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകാം, അല്ലേ? എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്നർത്ഥം. നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ ഒരാളുടെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരലൈസ്ഡ് ആവാം, ഒരു സ്ട്രോക്ക് വന്നിട്ട്. അപ്പൊ എവിടെ പോവും ഈ ഗർഭമൊക്കെ? ഉണ്ടാതെ ആവും. നിമിഷം മതി. അതുകൊണ്ട് ഇതെല്ലാം മായാമയമാണ്, അസത്താണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, വാസ്തവമല്ല എന്നറിഞ്ഞ് അതിലുള്ള മമതയെ ഹിത്വ, അതിലുള്ള ഭ്രമത്തെ ഉപേക്ഷിച്ച് ത്വം ബ്രഹ്മപദം വിദിത്വ പ്രവിശ. ബ്രഹ്മപദത്തെ വേണ്ടതുപോലെ അറിഞ്ഞ് അതിലേക്ക് പ്രവേശിക്കൂ. അതാണ് നിന്റെ ഒറിജിനൽ അബോർഡ്, നിന്റെ സ്വധാമം അതാണ്. നീ ആ ധാമത്തിലേക്ക് പ്രവേശിക്കുക, നിന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക, വന്നിടത്തേക്ക് പോ. നീ വന്നത് ഈ ബ്രഹ്മപദത്തിൽ നിന്നാണ്. അവിടെ എത്തിയാൽ മാത്രമേ നിനക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ, സ്വസ്ഥത ഉണ്ടാവാൻ പോകുന്നുള്ളൂ, അല്ലെ? നമുക്ക് നമ്മുടെ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നല്ല സ്ഥലങ്ങൾ, എത്ര ഗംഭീരങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ പോയാലും കുറച്ചു നേരത്തേക്കൊക്കെ വീടിനെ മറന്നു എന്ന് വരും. പക്ഷേ കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞ് ആസ്വദിക്കാനുള്ളതൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സെന്താ പറയുക? എത്രയും വേഗം വീടെത്തണം. വീട്ടിലെത്തിയാലാണ് സ്വസ്ഥത. വീട്ടിലാണ് നമുക്ക് ശാന്തി, സമാധാനം, സ്വസ്ഥത. അവിടെ നമുക്ക് കാലുറയ്ക്കുള്ളൂ, അവിടെ നമുക്ക് ഇരിപ്പുറയ്ക്കുള്ളൂ, അവിടെ നമ്മൾക്ക് കിടന്നാൽ ഉറങ്ങുള്ളൂ. അപ്പൊ വീട്ടിലെത്തുന്നതാണ് സ്വസ്ഥത. ബാക്കി എവിടെ പോയി എന്തെല്ലാം അനുഭവിച്ചാലും അതൊന്നും നമുക്ക് സ്വസ്ഥത തരാൻ പോകുന്നില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലെത്തണം, വീട്ടിലേക്കുള്ള വഴി അന്വേഷിക്കണം. അതാണ് നമ്മുടെ സ്വന്തം ധാമം, അതാണ് ബ്രഹ്മപദം. അവിടുന്നാണ് നമ്മളൊക്കെ വന്നത്. അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ശാന്തി, സമാധാനം, സ്വസ്ഥത, സ്വസ്മിൻ സ്ഥിതിയാണ് സ്വസ്തി. സ്വസ്മിൻ സ്ഥിതി, അവനവനിൽ ഇരിപ്പ്, അവനവന്റെ സ്വരൂപത്തിലുള്ള ഇരിപ്പ്. ആ ഇരിപ്പിലാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയാം.
ബാക്കി എവിടെ എത്തിയിട്ടും കാര്യമില്ല. എവിടെ പോയാലും മടങ്ങേണ്ടതാണ്. എവിടെയും ശാശ്വതമല്ല. എല്ലാം അതിഥി ഗൃഹങ്ങൾ മാത്രമാണ്. അതിഥേയന്മാരാണ് അവരൊക്കെ. നമ്മളെ 3 ദിവസം കഴിഞ്ഞാൽ എന്താ എപ്പോഴാ ഇറങ്ങണമെന്ന് ചോദിക്കും. 3 ദിവസം വരെയൊക്കെ അതിഥിക്ക് മര്യാദയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മര്യാദയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എവിടെ നിന്നാണെങ്കിലും ഇറങ്ങേണ്ടവരാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ എവിടെയാണ് നമ്മൾ ചെന്ന് ചേരേണ്ടത്? എവിടെയാണ് നമ്മുടെ വീട്? അതാണ് നമ്മളൊക്കെ ഹരി ഓം എന്ന് പറയുമ്പോൾ ഹരി ഹോം എന്നാണ് അതിൻ്റെ അർത്ഥം. ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞതാ. സ്വാമിജി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹരി ഓം എന്ന് ഏതൊരു കുട്ടി ചോദിച്ചു. ആരോ ചെറുപ്പക്കാരൻ ചോദിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞു ഹരി ഹോം, വേഗം വീട്ടിലേക്ക് മടങ്ങ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഹരി ഓം എന്നുള്ളത് കൊണ്ട് സ്വരൂപത്തിലേക്ക് മടങ്ങാനുള്ള വഴിയാണത് പറഞ്ഞു തരുന്നത്. ഓരോരുത്തരും അവരവരുടെ വീട്ടിലെത്തണം, വന്നിടത്തേക്ക് എത്തണം, വൈകുണ്ഠത്തിലേക്ക് എത്തണം. നമ്മളൊക്കെ വൈകുണ്ഠത്തുനിന്ന് വന്നതാണ്. വൈകുണ്ഠം തന്നെയാണ് ബ്രഹ്മപദം എന്നൊക്കെ ഇവിടെ പറഞ്ഞത്. ഓരോ ഭാഷ എന്ന് മാത്രമേ ഉള്ളൂ. വൈകുണ്ഠം എന്നാൽ കുണ്ഠതകൾ വിഗതമായ സ്ഥാനം, യാതൊരു കുണ്ഠതകളും ഇല്ലാത്ത സ്ഥാനം, ജന്യമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അവിടെ ഇല്ല എന്നർത്ഥം. അതാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠത്തിലേക്കാണ് നമ്മളൊക്കെ എത്തേണ്ടത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ നമുക്ക്. 13-ാം ശ്ലോകം. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ഇവിടെ കാലം അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തി അതിവേഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ അറിഞ്ഞ് വന്ന കാര്യം വേഗം നോക്കി എത്തേണ്ടടുത്ത് വേഗം എത്തണം. നമ്മള് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇരുട്ടാവുമ്പോഴേക്കും വീടെത്തണം കേട്ടോ, പോയ കാര്യം കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴേക്കും മടങ്ങിയെത്തണം എന്നൊക്കെ പറയും പോലെ നമ്മുടെ ഈ ശരീരം വീഴുമ്പോഴേക്കും നമ്മൾ എത്തേണ്ടടുത്ത് എത്തണം. ഈ കിട്ടിയ ഉപകരണം എത്തേണ്ടടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. ഈ ധർമ്മത്തെ സാധിച്ച് ആത്മജ്ഞാനം നേടാൻ യോഗ്യമായിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന യുണീക്കായിട്ടുള്ള ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. മറ്റ് ജന്തുക്കളെ പോലെ അല്ല അത്. മറ്റു ജന്തുക്കൾക്കുള്ള ദൗർബല്യങ്ങളോ അല്ലെങ്കിൽ പരിമിതികളോ മനുഷ്യന് ഇല്ല. ജന്തുക്കൾ പ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ മനുഷ്യനെ പ്രകൃതിക്ക് അതീതനാവാനുള്ള സാമർഥ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവന് പൗരുഷമുണ്ട്. പൗരുഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. സ്വപ്രയത്നം കൊണ്ട് പ്രകൃതിയെ ജയിക്കുവാനുള്ളതായിട്ടുള്ള സാമർഥ്യമുള്ളവനാണ് പുരുഷൻ. പുരുഷൻ എന്നാൽ സ്ത്രീയും പെടും, മനുഷ്യൻ എന്നാൽ മനുഷ്യത്തിയും പെടും, നരൻ എന്നാൽ നാരിയും പെടും. ഇവിടെ പുല്ലിംഗ ശബ്ദം വാക്ക് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതിപ്പോ ഓരോന്നിനും ഓരോ ലിംഗങ്ങൾ കൊടുത്തു വെച്ചിരിക്കുന്നു. ഇപ്പൊ നദി എന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് പുരുഷന്മാരാരെങ്കിലും സണ്ടയ്ക്ക് വരുന്നുണ്ട്, എന്താ നദികളെ എന്താ സ്ത്രീ ശബ്ദം കൊണ്ട് മാത്രം പറയണത്? അപ്പോൾ ഓരോന്നിനും ഓരോ ലിംഗങ്ങൾ നാമത്തിൽ കൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ സ്വഭാവം കൊണ്ടാണ് ആ കൽപ്പന. ആ സ്വഭാവമായിട്ട് ബന്ധമുണ്ട് ആ നാമത്തിന്. അപ്പൊ പൗരുഷം ഉള്ളവൻ ആർക്കാണോ പൗരുഷം, പൗരുഷം എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം എന്നൊരർത്ഥമാണ്. ആ സ്വാതന്ത്ര്യം, സ്വന്തമായി ചിന്തിക്കുവാനുള്ള സാമർഥ്യം, വിവേക ബുദ്ധി, ആ മനുഷ്യത്വം, മനനം ചെയ്യുവാനുള്ള സാമർഥ്യം. അപ്പൊ സ്വതന്ത്ര ചിന്തയ്ക്ക് ശക്തിയുള്ളവനാണ് മനുഷ്യൻ
പുരുഷൻ. അതില് സ്ത്രീയും പെടുന്നർത്ഥം, നപുംസകവും പെടും, എല്ലാം പെട്ടു അതില്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും നപുംസകവും അതിൽ പെട്ടു. പൗരുഷമുള്ളവരൊക്കെ, സ്വതന്ത്ര ചിന്തയുള്ളവരൊക്കെ എന്നർത്ഥം. സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ട് വരാൻ കഴിവുള്ളവരൊക്കെ അതിൽപ്പെട്ടു. അതല്ലാത്തവരൊക്കെ സ്ത്രീകളാണ്. അതിപ്പോ മീശ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. എത്ര വലിയ മീശയും എത്ര വലിയ താടിയും എന്തെല്ലാം ശരീര ആരോഗ്യവും സിക്സ് പാക്ക് മസിൽസും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ സ്വതന്ത്ര ചിന്ത ഇല്ലെങ്കിൽ അവൻ വെറും പ്രകൃതിക്ക് അടിമയാണവൻ. ആഹാര, നിദ്ര, ഭയമൈഥുനങ്ങളാകുന്ന 4 ലക്ഷ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ജന്തുവിന് സമാനമായിട്ടുള്ളവനാണ് അവൻ. അവന് വിവേകമില്ല. ഭക്ഷണം കഴിക്കാനുള്ള ചിന്തയും ഉറങ്ങാനുള്ള ചിന്തയും മൈഥുനത്തിനുള്ള ചിന്തയും സുരക്ഷിത ചിന്തയും, ഈ 4 ചിന്തകൾ ജന്തുക്കൾക്കൊക്കെ സഹജമായിട്ടുള്ളതാണ്. അവര് നാച്ചുറലായിട്ട്, നൈസർഗികമായിട്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. അത് തന്നെ മനുഷ്യനും ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യനും ജന്തുക്കളും തമ്മിൽ യാതൊരു ഭേദവുമില്ല. അവർ പൗരുഷമുള്ളവരല്ല. ചിന്താശക്തി ഉപയോഗിച്ചിട്ടില്ല. അവരുടെ ചിന്താശക്തി പരിമിതമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് എന്താ മെനു വേണ്ടതെന്ന് മാത്രമേ അവർ ചിന്തിച്ചിട്ടുള്ളൂ. രാത്രിക്ക് എന്താണ് മെനു, നാളേക്ക് എന്താണ് മെനു, നാളെ ഏതാ സാരി ഉടുക്കേണ്ടത്, ഏതാ ഷർട്ട് ഉടുക്കേണ്ടത്, ഏതാ പാൻറ് ഉടുക്കേണ്ടത്, ഇത്രയൊക്കെ തന്നെയുള്ളൂ അവരുടെ ചിന്ത. അതിലപ്പുറമൊന്നുമില്ല. ഏത് സിനിമ കാണണം, ഏത് സീരിയൽ കാണണം, ടി വിയിൽ ഏത് ചാനൽ നോക്കണം, ഇത്രയൊക്കെ തന്നെയുള്ളൂ വിവേകം. ഇതൊന്നും വലിയ കാര്യമല്ല. ഇതിനൊന്നും വലിയ വിവേകമൊന്നും വേണ്ട. അപ്പം എന്താ പറയുക, പൗരുഷം എന്ന് പറഞ്ഞാല് സത്യാന്വേഷണം ചെയ്യുവാനുള്ള റിയാലിറ്റി. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി, എന്താണ് എൻ്റെ സ്വരൂപം, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എവിടേക്കാ പോണ, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, എനിക്ക് എന്ത് കിട്ടിയാലാണ് സ്വസ്ഥതയുണ്ടാവുക, പൂർണ്ണതയുണ്ടാവുക, ഞാനും ഈ ജഗത്തും തമ്മിലുള്ള ബന്ധം എന്ത്, ഈ പ്രപഞ്ചത്തിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയാമകനായ ഒരു ഈശ്വര ശക്തി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി അതിനൊക്കെ സത്യാന്വേഷണം ചെയ്യുമ്പോഴാണ് അവൻ സ്വതന്ത്ര ചിന്തകനാവുന്നത്. ബാക്കി ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനൊന്നും വലിയ ചിന്താശക്തിയൊന്നും വേണ്ട. അത് മൂഢ ജന്തുക്കൾക്ക് സാധിക്കും. അപ്പോ ഇങ്ങനെ കാലം അതിവേഗത്തിൽ അതിന്റെ പ്രവൃത്തി എടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ കാല ക്രീഡതി ഗച്ഛത്യായുഹു എന്ന് 3-ാമത്തെ വരിയിൽ പറഞ്ഞു. കാലഹ ക്രീഡതി, കാലൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗച്ഛതി ആയുഹു, നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാല ക്രീഡതി ഗച്ഛത്യായുഹു തദപിന മുഞ്ചതി ആശാവായുഹു. തദപി എന്ന് പറഞ്ഞാൽ നിന്നിട്ടും, കാലം പോകുന്ന പോക്ക് എത്ര വേഗത്തിലാ കാലം കടന്നു പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും ആശാവായുഹു ന മുഞ്ചതി, ആശയാകുന്ന കാറ്റ് നമ്മളെ വിട്ടുപോകുന്നില്ല. ആ ആശയാകുന്ന കാറ്റിനാൽ നയിക്കപ്പെട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ വിട്ടുപിരിയുന്നില്ല. അപ്പൊ ആശ എന്നതായിട്ടുള്ളൊരു ഭാണ്ഡം ചുമന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം. അത് ഇറക്കി വെക്കാനുള്ള പണി നോക്കുന്നില്ല നമ്മൾ. അതിൽ കൂടുതൽ ഭാരം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഈ ഭാണ്ഡത്തെ ഇറക്കി വെക്കാനല്ല നോക്കുന്നത്, ഈ ഭാണ്ഡത്തിൽ കൂടുതൽ ലോഡ് ചെയ്തിട്ട് ഈ ഭാരം ചുമക്കുന്ന കഴുതകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിനു വന്നു എന്ന് മറക്കുകയാണ്. ഈ ഭാരം ഇറക്കി വെക്കാൻ വന്നവരാണ് നമ്മൾ. ജന്മാന്തരങ്ങളിൽ പല ജന്തുക്കളുമായി ജീവിച്ച് ആ ജന്തു സഹജമായ വാസനകൾ ആർജിച്ച് അതുമായിട്ടാണ് നമ്മൾ മനുഷ്യക്കുട്ടിയായിട്ട് അമ്മയുടെ ഗർഭത്തിൽ വന്നതും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പ്രസവിച്ചതും. ആ പ്രസവിച്ച അന്ന് തുടങ്ങി ഈ ജന്തുക്കൾക്കുള്ളതായിട്ടുള്ള സ്വഭാവമൊക്കെ നമുക്കുണ്ട്. ജനിച്ച ഉടനെ തന്നെ വിശന്ന് കരഞ്ഞു പാലിനു വേണ്ടി. ജന്തുക്കളായിരുന്നെങ്കിൽ സ്വയം അമ്മയുടെ അകിട് തെരഞ്ഞു പോവുമായിരുന്നു. ഇത് അമ്മ തന്നെ കൊണ്ടുവന്ന് വായിൽ വെച്ചു തരണം. അത്രയ്ക്കും അവശമായിട്ടൊരു ജന്മമാണ് മനുഷ്യജന്മം. ശൈശവത്തില് വളരെയധികം അവശതയുണ്ട്.
പിന്നെയാണ് അവൻ വളരുന്നത്. വളരെ കാലമെടുത്താണ് അവന്റെ വളർച്ച. മറ്റു ജന്തുക്കളെ പോലെയല്ല. മറ്റു ജന്തുക്കൾ ജനിച്ച ഉടനെ തന്നെ നിമിഷങ്ങൾക്കകം 4 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. നിമിഷങ്ങൾക്കകം സ്വന്തം അമ്മയുടെ പാല് കുടിക്കാൻ അവർ സ്വയം അകിട് തെരഞ്ഞു പോകുന്നു. അവർക്ക് ആ വാസന പ്രബലമായി തന്നെ പ്രകടമാക്കാൻ കഴിവുണ്ട്. നമുക്കത് കഴിവില്ല. മനുഷ്യർക്ക് ആ കഴിവില്ല. വാസനയുണ്ട്, പ്രകടിപ്പിക്കാനുള്ള സാമർഥ്യം ആയിട്ടില്ല ശൈശവത്തിൽ. അപ്പോൾ നമ്മൾ ജന്മാന്തര വാസനകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, വലിയൊരു ഭാണ്ഡവുമായിട്ട്. പ്രകൃതിയുമായിട്ടുള്ള ആ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പല ആഗ്രഹങ്ങൾ, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ളതായിട്ട് ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെയ്റ്റ് ചെയ്യാനുള്ള ടേസ്റ്റ് നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജന്മാന്തരങ്ങളിലൊക്കെ ഏത് ജന്തുവായിരുന്നപ്പോഴും മൈഥുനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രത്യുൽപാദനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള സ്വഭാവം നൈസർഗികമായിട്ട് ഉണ്ട്. അത് എപ്പോൾ വേണമെങ്കിൽ വികസിച്ച് വരാം. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിന് കുട്ടിയാണെന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ വേഗത്തിലാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരുന്നത്. കൊച്ചു കുട്ടികൾക്ക് തന്നെ ഈ വാസനകളൊക്കെ വളരെ പ്രകടമായി കാണുന്നത് കാണാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ വലുതായിട്ട് ഈ വക വാസനകളൊക്കെ പ്രകടമായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾക്ക് തന്നെ എല്ലാ വാസനയും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ അവർക്കുണ്ട്. എല്ലാ മീഡിയകളും കുട്ടികളുടെ ഉള്ളിലുള്ള ഈ നൈസർഗിക വാസനകളെ വേഗം പ്രലോഭിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ജന്തു സഹജമായിട്ടുള്ള വാസനകൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. എല്ലാവരും ജന്തുക്കളായി കഴിഞ്ഞവരാണ്. അപ്പൊ പശ്ചാത്തലമാണ്, ചുറ്റുപാടുകളാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ വാസനകളെ വേഗം വളർത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു വിത്ത് പത്തായത്തിൽ ഉണക്കി വെച്ചിരുന്നാൽ അത് മുളയ്ക്കുന്നില്ല. ആ വിത്തിനെ നമ്മൾ വെയിലത്തേക്ക്, മഴയത്തേക്ക്, പ്രകൃതിയിലേക്ക്, അനുകൂല സാഹചര്യത്തിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് അത് പൊട്ടി മുളയ്ക്കുന്നതും അത് സസ്യമായി തീരുന്നതും. അതുപോലെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് എക്സ്പോഷർ ധാരാളമാണ് ഏത് രംഗത്തും. അതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള ബീജരൂപത്തിലുള്ളതായിട്ടുള്ള വാസനകൾ പെട്ടെന്നാണ് പൊട്ടിമുളച്ച് വളരുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, കാണുക. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ആ പ്രായത്തിൽ ഏതൊക്കെ കാര്യത്തിലേക്ക് നമ്മൾ എക്സ്പോഷർ കൊടുക്കണം എന്നുള്ള വിവേകം മുതിർന്നവർക്ക് ഉണ്ടാവണം. ഈ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് ഈ വിഷയത്തിലേക്ക് എക്സ്പോഷർ കൊടുക്കാറായോ? ഇവരത്രയ്ക്ക് ആയിട്ടില്ലല്ലോ. ഇവരുടെ അവയവങ്ങളൊന്നും വേണ്ടത്ര വളർന്നിട്ടില്ലല്ലോ. ഇവർക്ക് വിദ്യാഭ്യാസം ആയിട്ടില്ലല്ലോ. ഇവർ സ്വന്തം കാലിൽ നിൽക്കാറായിട്ടില്ലല്ലോ. അതൊക്കെ ആയിട്ട് വേണ്ടി അവർക്ക് ദാമ്പത്യത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ. അതിനു മുമ്പ് തന്നെ ഇവരുടെ ഉള്ളിലുള്ള ഈ നൈസർഗികമായ ജന്തു സഹജമായിട്ടുള്ള ഈ വാസനയെ നമ്മൾ പ്രകോപിപ്പിച്ച് ഉണർത്തി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അവർ ചെറുപ്രായത്തിൽ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ രമിച്ച് നല്ല പ്രായത്തിലാവുമ്പോഴേക്കും ഒന്നിനും കൊള്ളാതെയാവുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദമ്പതികളുടെ വന്ധ്യതകൾക്കൊക്കെ പലതും കാരണം അതൊക്കെ അകാലത്തിൽ തന്നെ ഭരിച്ചുപോയി. നമ്മള് ഇപ്പോഴത്തെ ചില സസ്യങ്ങളൊക്കെ നട്ടുകഴിഞ്ഞാൽ, ഇപ്പൊ മാവൊക്കെ ഒട്ടുമാവ് വാങ്ങിച്ച് നമ്മള് നട്ടുകഴിഞ്ഞാല് ആദ്യത്തെ 1-2 കൊല്ലം, അത് 3-ാം കൊല്ലത്തിൽ പൂക്കാൻ തുടങ്ങും. അത് തന്നെ കായായി മാറും. അപ്പൊ ആദ്യത്തെ 1-2 കൊല്ലം അതിനെ പൂത്തതിനെ നമ്മൾ പൂക്കൾ കൊഴിച്ചു കളയണം എന്നാണ് കൃഷിക്കാർ പറയുന്നത്, അതിന്റെ എക്സ്പേർട്സ് പറയുന്നത്. അത് വളർത്താൻ പാടില്ല എന്നാ. ആ പൂക്കളെ നമ്മൾ കൊഴിച്ചു കളയണം, തിരുമ്മി കളയണം, അതവിടെ നിർത്തരുത്. അല്ലെങ്കിൽ അത് മുരടിച്ചു പോകുന്ന, പിന്നീട് അതിന് വളർച്ച കുറഞ്ഞു പോകുന്ന, അടുത്ത വർഷം കായ് കുറയും. അപ്പൊ 1-2 വർഷം അതിനെ വേണ്ട രീതിയിൽ ഈ പൂവിനെ കൊഴിച്ചു കളഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് നല്ല ധാരാളം പൂക്കളും കായ്കളും സമൃദ്ധമായിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ അതുപോലെയാണ് ഇന്നത്തെ നമ്മൾ ചെറുപ്പക്കാരെ കാണുന്നത്.
വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ വിവാഹത്തിന് ശേഷം അവർക്ക് ഒന്നിനുള്ള ശേഷി ഇല്ലാതാവുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഡൈവോഴ്സുകൾ പലതും കൂടുന്നത്. പല കാരണങ്ങൾ, ഇതാണ് ഒരു മുഖ്യ കാരണം ഡൈവോഴ്സ് കൂടാൻ. ചിന്തിക്കുക നിങ്ങൾ. ഞാനല്ല അതൊക്കെ പറയേണ്ടത്, നിങ്ങളാണ് ഇതെല്ലാം പറയേണ്ടത്. ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്കാണ് ഇതിലൊക്കെ എക്സ്പോഷർ, അനുഭവം കൂടുതലുള്ളത്. അതുകൊണ്ട് ചിന്തിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഏതിലൊക്കെ എക്സ്പോഷർ കൊടുക്കണം, ഏത് വിഷയങ്ങളിലൊക്കെ അവരെ തുറന്നു വിടണം, ഏതിലൊക്കെ അവരെ തൽക്കാലം നിയന്ത്രിക്കണം, തീരുമാനിക്കണം. പൂർണ്ണ വളർച്ച എത്തട്ടെ അവര്, എന്നിട്ട് വേണം ചില വിഷയങ്ങളിലേക്ക് അവരെ തുറന്നു വിടാനായിക്കൊണ്ട്, അതിൽ സ്വാതന്ത്ര്യം കൊടുക്കാനായിക്കൊണ്ട്. അതുവരെ അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തണം, ബ്രഹ്മചര്യം എന്നുള്ള ജീവിതം. അപ്പോ ഈ ജന്മാന്തരത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള ആഗ്രഹങ്ങളെ, വാസനകളെ ഈ മനുഷ്യ ജീവിതം കൊണ്ട് കെട്ടഴിച്ച് അതിൻ്റെ ലോഡ് കുറയ്ക്കാനുള്ളതായിട്ടുള്ള അവസരമാണ് ഈ മനുഷ്യ ജന്മം. വാസനകളെ ക്ഷയിപ്പിച്ച് വാസനകളിൽ നിന്ന് മോചനം നേടി അന്ധക്കരണ ശുദ്ധി നേടി ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ ജ്ഞാനം കൊണ്ട് അറിഞ്ഞ് ആ ഒരു നിഷ്ഠ നേടാനുള്ളതായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് സനാതനധർമ്മം വിഭാവനം ചെയ്തിട്ടുള്ളത്, വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. ആ അവസ്ഥകളൊക്കെ നഷ്ടപ്പെട്ടു. വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. സ്റ്റഡി ആയിട്ടുള്ള മനുഷ്യനെ പക്വമാക്കി അവന്റെ ആഗ്രഹങ്ങളെ ധാർമ്മികമായി നിയന്ത്രിച്ച്, ആഗ്രഹങ്ങൾക്ക് പരിധിയൊന്നുമില്ല. ആശ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. സംസ്കൃതത്തിലും മലയാളത്തിലും ആശ എന്ന് പറഞ്ഞാൽ ദിക്ക് എന്ന് അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ അതിരില്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ ആശയ്ക്ക് അതിരില്ല. അതിങ്ങനെ വൈൽഡായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ സംസ്കാരം കൊണ്ട് നിയന്ത്രിക്കണം. അതിനാണ് വിദ്യാഭ്യാസം, അതിനാണ് സദാചാര ജീവിതം, സാംസ്കാരിക ജീവിതം. പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ പടക്കുതിരയെ കടിഞ്ഞാണിടാനുള്ളതായിട്ടുള്ള, കെട്ടുപൊട്ടിച്ച് പായുന്ന ഈ കുതിരയെ നല്ലതുപോലെ എന്താ പറയുക, കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുവാനുള്ളതായിട്ടുള്ള ജീവിത രീതിയാണ് നമുക്ക് തന്നിട്ടുള്ളത് സംസ്കാരം കൊണ്ട്. വിദ്യാഭ്യാസവും സംസ്കാരവും അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ മനുഷ്യത്വം ഉള്ളവനാക്കി തീർക്കുക, അല്ലാതെ അവനിലെ മൃഗീയതയെ വളർത്താനല്ല. മൃഗീയതയെ വളർത്താൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല, അത് തന്നെ വളർന്നോളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറെ കൂടി വളർന്നു വരുമ്പോൾ മൃഗങ്ങളെക്കാൾ ശക്തനാകും. അവന് സ്വതന്ത്ര ചിന്തയുണ്ട്. ആ ചിന്ത കൊണ്ട് മൃഗങ്ങളെയൊക്കെ കീഴ്പ്പെടുത്താനുള്ള സാമർഥ്യം അവൻ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശക്തനും അപകടകാരിയും മനുഷ്യനാണ്. ആ മനുഷ്യനെ കെട്ടുപൊട്ടിച്ചു വിട്ടാൽ അവൻ വളർന്നോളും. പക്ഷെ അതൊരു ജീവിതമല്ല. അത് എന്താ പറയുക, അരാജകത്വം, കാടത്തം എന്നൊക്കെയാണ് അതിന് പറയുക. മൃഗീയമായിട്ടുള്ള ഭാവം, അതിൽ നിന്ന് നിയന്ത്രിക്കാനാണ് മനുഷ്യന് വിദ്യാഭ്യാസവും സംസ്കാരവും. അപ്പൊ ആ സാംസ്കാരിക ജീവിതം വിട്ട് നമ്മൾ എന്താണ് അന്നന്നാൾ ചെയ്യേണ്ടതെന്ന് മറന്ന്, അപ്പൊ ഓരോ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട്. അതാണ് ബാല്യത്തില് ബ്രഹ്മചര്യം എന്നുള്ള ജീവിതം. ആ ബ്രഹ്മചര്യ ജീവിതത്തില് ഗുരുകുലത്തിൽ ഇരുന്നു കൊണ്ട് വേദാഭ്യാസം ചെയ്ത് ഈശ്വര തത്വത്തെയും അവനവനെയും പ്രകൃതിയെയും കുറിച്ചിട്ടുള്ള അറിവുകൾ നേടി, ഈശ്വരോപാസനയിലൂടെ ആത്മനിയന്ത്രണം നേടി, ഗായത്രി ജപത്തിലൂടെ ബുദ്ധിക്ക് തെളിമ നേടി, ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ നേടി, നിത്യ അനുഷ്ഠാനങ്ങളിലൂടെ അച്ചടക്കം, സദാചാരമൊക്കെ അഭ്യസിച്ച് വേണ്ട അറിവും നേടി അവനവന്റെ ജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു തൊഴിലും അഥവാ കുലത്തൊഴിലോ ഏതെങ്കിലും ഒരു തൊഴിലും അഭ്യസിച്ചിട്ട് ഗുരുകുലത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാവുന്നത്, ഒരു പക്വതയാവുന്നത്. പൂർണ്ണനാവുന്നില്ല, വേണ്ട ആ പ്രായത്തിന് വേണ്ടതായിട്ടുള്ള പക്വത. അപ്പൊ സമാവർത്തനം എന്ന ചടങ്ങ് ആ വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ കോൺവൊക്കേഷൻ സെറമണിയാണ്.
പഠിക്കേണ്ടതൊക്കെ പഠിച്ചു എന്ന് വലിയൊരു പണ്ഡിത സദസ്സിന്റെ മുമ്പിൽ നാട്ടുകാരുടെ, ബന്ധുക്കളുടെ, അതിഥികളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഒരു എക്സാമിനേഷനാണത്. അതോടൊപ്പം തന്നെ കോൺവെക്കേഷനും. ഞങ്ങളെല്ലാം പഠിച്ചു എന്ന് സമ്യക്കായി ആവർത്തനം ചെയ്യുന്ന ചടങ്ങാണ് സമാവർത്തനം. പഠിച്ചതെല്ലാം വീണ്ടും ഉരുവിട്ട് ചൊല്ലുക, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുക. ഇനി മറ്റ് കായിക അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള നൈപുണ്യം പ്രകടിപ്പിക്കുക. അങ്ങനെ ഏതൊക്കെ വിദ്യകളാണോ പഠിച്ചത് അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് എല്ലാവരുടെയും അംഗീകാരം മേടിച്ച് സമൂഹം അംഗീകരിക്കണം. ഓ, ഇയാൾ എഡ്യൂക്കേറ്റഡ് ആണ്, ഇയാൾ ലേണഡ് ആണ്, ഇയാൾക്ക് വേണ്ട വിദ്യാഭ്യാസം കിട്ടി, ഇനി ഇയാളെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കാം, ഇയാളെ വിവാഹം കഴിക്കാൻ അനുവദിക്കാം എന്ന് സമൂഹം അനുവദിക്കുന്ന ചടങ്ങാണ് സമാവർത്തനം. ഇത് കഴിഞ്ഞിട്ടാണ് വിവാഹം. അപ്പോഴേ അവൻ വിവാഹത്തിനുള്ള യോഗ്യനായി തീരുന്നുള്ളൂ. അങ്ങനെ വിവാഹ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? വിവാഹ ജീവിതവും ഈ വാസനകളെ ക്ഷയിപ്പിക്കാനാണ്. ധാർമ്മികമായ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള, നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ളതായിട്ടുള്ള, ധാർമ്മികമായി ധനം സമ്പാദിച്ച് തന്റെയും കുടുംബത്തിന്റെയും ബാക്കിയുള്ള കടങ്ങളൊക്കെ വീട്ടുന്നതായിട്ടുള്ള ദേവഋണം, ഋഷിഋണം, പിതൃഋണം, ഭൂതഋണം, നരഋണം, നൃഋണം, ഇങ്ങനെ 5 കടങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ആ കടങ്ങൾ വീട്ടാനായിക്കൊണ്ട് 5 മഹായജ്ഞങ്ങൾ, ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം, ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങളും ചെയ്തുള്ള ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം നയിച്ച് തന്റെ നൈസർഗികമായ മൃഗീയ വാസനകളെ നിയന്ത്രിച്ച് സംസ്കരിച്ച് ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒതുക്കി കളഞ്ഞ് ശുദ്ധീകരിച്ച് ആത്മവിദ്യയിൽ കൂടുതൽ കൂടുതൽ നിരതനായി മുഴുകി ഗുരുക്കന്മാരെ സമീപിച്ച് സത്സംഗം ചെയ്ത് സ്വാധ്യായം, പ്രവചനം എന്നുള്ളതായിട്ടുള്ള നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം നിലനിർത്തിക്കൊണ്ട് തൻ്റെ വാസനകളെ ക്ഷയിപ്പിക്കുവാനുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ക്രമം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇങ്ങനെ ക്രമത്തിൽ വാനപ്രസ്ഥനാവുമ്പോഴേക്കും തന്നെ എല്ലാ ആഗ്രഹങ്ങളും ആശാപാശങ്ങളും ഇറക്കി വെക്കണം. സന്യാസിയാവുമ്പോഴേക്കും പൂർണ്ണമായിട്ടുള്ള ലൗകിക വിഷയങ്ങളുടെ ഭ്രമത്തിലുള്ള ത്യാഗം, എല്ലാ ആശകളുടെയും ത്യാഗം, അത് സന്യാസത്തിലേക്ക് ആവുമ്പോഴേക്കും പൂർണ്ണമാകണം. ആ ത്യാഗത്തിന്റെ ലക്ഷണമാണ് ആ സന്യാസിയുടെ വസ്ത്രം, കാവി വസ്ത്രം. ഭൂമിയോടിണങ്ങുന്ന, പ്രകൃതിയോടിണങ്ങുന്ന, ഭൂമിയിൽ കിടന്നാലും നിറം മാറാത്ത, എവിടെ കിടന്നാലും എവിടെ കിടന്ന് ഉരുണ്ടാലും ഒരു വസ്ത്രം തന്നെ എത്ര പ്രാവശ്യം അലക്കി അത് തന്നെ ഉണക്കി ഉടുത്താലും അതിന്റെ നിറം മാറുന്നില്ല. കാരണം അതിന്റെ നിറം തന്നെ എന്താണ്? പരമാവധി മാറാവുന്ന നിറമാണ്. ഇനി അതിൽ പരം എന്ത് മാറാനാണ്? അപ്പൊ ഏറ്റവും ഭൂമിയുടേതായിട്ടുള്ള, മണ്ണിൻ്റെതായിട്ടുള്ള നിറമാണ് കാവി. അതെടുത്തു കഴിഞ്ഞാൽ ഇനി അതിൽ അഴുക്ക് പറ്റാനൊന്നും ഇല്ല. അപ്പൊ അത്രയും സിമ്പിളായിട്ടുള്ള, ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് അയാള് വരുന്നു. അങ്ങനെയാണ് മനുഷ്യ ജീവിതം പക്വമാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണം നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ട്. അതിലൊന്നും ശ്രദ്ധിക്കാതെ കാലാകാലങ്ങളായി ജനങ്ങൾ മൂഢരായി, വിഷയലോലുപരായി നടക്കുന്ന ആളുകളെ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ മര്യാദയ്ക്ക് ഇതുപോലെയൊക്കെ ജീവിക്കുന്ന ആളുകളെ നോക്കിയിട്ടല്ല ഈ ശ്ലോകങ്ങൾ. മര്യാദക്കാരോട് ഇത് പറയേണ്ട കാര്യമില്ല, അല്ലേ? നേരെ ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ തടുത്തു നിർത്തിയിട്ട് നീ എന്താ ഇങ്ങനെ പോകണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മര്യാദയ്ക്ക് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡ്രൈവിംഗ് നിയമങ്ങൾ ലംഘിച്ചു പോകുന്ന ആളെ വിളിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, എന്ത് പോക്കാ പോണത്, ഏത് സൈഡിൽ കൂടെയാ പോകുന്നത്, എത്ര വേഗതയിലാ പോകുന്നത്, എന്താ ഈ റോഡ് നിറഞ്ഞ് വളഞ്ഞു വളഞ്ഞു പോകുന്നത്, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുക എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? മര്യാദയ്ക്ക് ഓടിക്കുന്നവരോട് ചോദിക്കാറുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ ജീവിതമാകുന്ന വാഹനത്തെ നേരായ ഗതിയിൽ, നേരായ മാർഗത്തിൽ കൊണ്ടുപോകുന്നവരോട് ശാസ്ത്രങ്ങൾ പരിമിതമായേ പറയാറുള്ളൂ. അവർക്ക് ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയേ വേണ്ടൂ. അവർ ലക്ഷ്യം മറക്കാനിടയുണ്ടെങ്കിൽ അതിനുള്ള ബോധം മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ അവർ സ്വയം
നേരത്തെ തന്നെ അഭ്യസിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ആ മാർഗത്തില് വഴി തെറ്റില്ല, ഒരു ചുതിയും അവർക്ക് സംഭവിക്കില്ല, ധർമ്മലംഘനം ചെയ്യുകയില്ല. അപ്പൊ വഴി തെറ്റുന്നവരോടുള്ള ഉപദേശമാണത്. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ഇവിടെ പറയുന്നത് കാലത്തിന്റെ ഒരു ഗതിയെ കുറിച്ചാണ്. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ. ദിനയാമിന്യൗ, ദിനം പകൽ, യാമിനി രാത്രി, അത് രണ്ടും കൂടി ചേർത്ത് ദ്വിവചനത്തിൽ പറഞ്ഞു. ദിനയാമിന്യൗ, ദിനശ്ച ദിനം ച യാമിനി ച ദിനയാമിന്യൗ. രാവു പകലുകൾ, അല്ലെങ്കിൽ പകലും രാത്രികളും, പുനഃ ആയാത്, വീണ്ടും വീണ്ടും വന്നും പോയിക്കൊണ്ടിരിക്കുന്നു, ചാക്രികമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പിന്നെയും ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഇതിങ്ങനെ ദിനരാത്രങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ദിനയാമിന്യൗ പുനരായാതഃ സായം പ്രാതഃ പുനരായാതഃ. സായം പ്രാതഃ, സായം വൈകുന്നേരം, സന്ധ്യ, പ്രാതഃ പുലർസന്ധ്യ. അപ്പോ രാവിലെയും വൈകുന്നേരവും പുനരായാതഃ, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു, പോയിക്കൊണ്ടേയിരിക്കുന്നു, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ശിശിര വസന്തവും പുനരായാതഃ. ശിശിരവും വസന്തവും, 6 ഋതുക്കളിൽ 2 ഋതുക്കളെ എടുത്തു പറഞ്ഞു. ശിശിരം മഞ്ഞുകാലം, വസന്തം പൂക്കാലം. ഈ കാലങ്ങളും അതുപോലെ മഴയും വെയിലും കാറ്റും എല്ലാം തന്നെ 6 ഋതുക്കളും മാറി 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 സൈക്ലിക്കായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. രാവും പകലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സായം പ്രാതഃ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ശിശിരവസന്തങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലം ഒരു ചക്രമാണ്, ചാക്രികമായിട്ടാണ് കാലത്തിന്റെ പ്രവൃത്തി. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സീസണുകൾ മാത്രമല്ല, സംവത്സരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, യുഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മദേവനും അല്ലെങ്കിൽ ഇന്ദ്രാദി ദേവന്മാരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അനേക ബ്രഹ്മാക്കൾ വന്നു കഴിഞ്ഞു, പോയിക്കഴിഞ്ഞു. ഇപ്പോഴുള്ള ഒരു ബ്രഹ്മാവിനും ഇനിയും കുറച്ചു കാലമേ ഉള്ളൂ, അയാൾ അത് കഴിഞ്ഞാൽ പോകും, വീണ്ടും വേറെ ബ്രഹ്മാവ് വരും. ഇങ്ങനെ എല്ലാം ചെറുത് തൊട്ട് ഒരു ചെറിയ കാലം, ഒരു മൈക്രോ സെക്കൻഡ് തുടങ്ങിയിട്ട്, ഒരു സെക്കൻഡിനെ വേണമെങ്കിൽ 10,000 100,000 1000 അതിനെ വിശ്ലേഷിക്കാം. അങ്ങനെ ചെറിയ യൂണിറ്റ് മുതൽക്ക് വലിയ ബ്രഹ്മാവിന്റെ ആയുസ് വരെയുള്ള ദ്വിപരാർദ്ധം എന്ന് പറയുന്നതായിട്ടുള്ള ബ്രഹ്മാവിന്റെ 100 വർഷം, അതുവരേക്കുള്ളതായിട്ടുള്ള കാലങ്ങള് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ ഈ കാലചക്രത്തിൽ പെട്ട് കറങ്ങിക്കൊണ്ടിരുന്നാൽ മതിയോ നമ്മള്, അതോ ഇതിൽ നിന്ന് പുറത്ത് ചാടണമോ എന്ന് ചിന്തിക്കുക. കാലഹ ക്രീഡതി, കാലം അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാലം ലോകത്തെ ചവിട്ടി അരച്ചോണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാറ്റിനെയും ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാല ക്രീഡതി ഗച്ഛതി ആയുഹു, ആയുഹു ഗച്ഛതി, നമ്മുടെ പ്രാണൻ, നമ്മുടെ ആയുസ്, നമ്മുടെ ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞേ ഇരിക്കുന്നു. അപ്പൊ വന്ന കാര്യം നോക്കിയോ, നേടേണ്ടത് നേടിയോ, കൃതകൃത്യനായിയോ? ഇത്രയും ദിവസം അധ്വാനിച്ചിട്ട് ഓടി നടന്നിട്ട് എന്തൊക്കെ നേടി? തൃപ്തിയായോ? പോകാൻ റെഡിയായോ? എപ്പോ വേണമെങ്കിൽ പോകാം, ആയുസ് കഴിയാം, എപ്പോ വേണമെങ്കിൽ കഴിയാം. അപ്പൊ പോവല്ലേ എന്ന് ചോദിച്ച് യമൻ അടുത്തേക്ക് വരുമ്പോ, എന്നാ ശരി റെഡി എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വണ്ടി കൊണ്ടുവരൂ, ഇതാ കേറ് തന്നെ എന്ന് പറയണം നമ്മള്. ആ ധൈര്യം ഉണ്ടാവണം, പോകാൻ റെഡി ആവണം, എല്ലാ പണിയും കഴിച്ചിട്ട് തയ്യാറായി നിൽക്കണം. അവരാണ് കൃതകൃത്യര്. അങ്ങനെ ആയിരുന്നു നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ, നമ്മുടെ മുത്തശ്ശന്മാർ, അറിവുണ്ടായിരുന്ന ആളുകളൊക്കെ അങ്ങനെയായിരുന്നു, സ്വയം തയ്യാറായിരുന്നു. വന്ന കാര്യം കഴിഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എല്ലാ കർത്തവ്യങ്ങളും കഴിഞ്ഞു, ആശകളൊക്കെ വേണ്ട രീതിയിൽ പൂർത്തീകരിച്ചു. ഇനിയും ആശയെ വളർത്താനുള്ളതല്ല ജീവിതം, ഇത് വളർത്തിക്കൊണ്ടേയിരുന്നാൽ അറ്റമില്ല. ഇതാണ് മഹാഭാരതത്തിലെ യയാതിയുടെ കഥ കാണിച്ചു തരുന്നത്. യയാതി, അദ്ദേഹത്തിന് യൗവനം നഷ്ടപ്പെട്ടു,
ഭാര്യയുടെ അച്ഛനായ ശുക്രാചാര്യരുടെ, ദേവയാനിയുടെ അച്ഛനായിട്ടുള്ള ശുക്രാചാര്യരുടെ ശാപം കൊണ്ട് യൗവനം നഷ്ടപ്പെട്ട് ജരാനരകൾ ബാധിച്ചു. അദ്ദേഹത്തിന് തൃപ്തിയായിരുന്നില്ല ജീവിച്ച്, കൊതി തീർന്നിരുന്നില്ല ദാമ്പത്യത്തിൽ. ഭാര്യയ്ക്കും അതെ. ഉടനെ തന്നെ ഭാര്യയും ഭർത്താവും കൂടി പിണക്കമായിരുന്നു നേരത്തെ, ആ പിണക്കം മാറി. ഭർത്താവിനോടുള്ള ഒരു ദേഷ്യം കൊണ്ടാണ് അച്ഛനോട് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അച്ഛൻ മരുമകനെ ശപിച്ചത്. ഇപ്പോ ദേവയാനിക്ക് തന്നെ സങ്കടമായി. താൻ കാരണമാണല്ലോ ഈ ശാപം കിട്ടിയത് എന്റെ ഭർത്താവിന്, അദ്ദേഹത്തിന്റെ യൗവനം നഷ്ടപ്പെട്ട് ഇനിയിപ്പോ തനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും എന്നായി. പിന്നെ അച്ഛനോട് ചെന്ന് രണ്ടാളും കൂടി ചെന്ന് ആവലാതി പറഞ്ഞു, അയ്യോ ഇങ്ങനെ ആയാൽ ശരിയാവില്ല, എനിക്ക് ജീവിച്ച് മതിയായില്ല, കൊതി തീർന്നില്ല, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ നഷ്ടപ്പെട്ട യൗവനം തിരിച്ചു കൊടുക്കണമെന്ന് അച്ഛനോട് ദേവയാനി ചെന്നപ്പോ ഈ ശുക്രൻ പറഞ്ഞു, ശാപം വലിക്കും, നിവൃത്തിയില്ല പിൻവലിക്കാൻ, പക്ഷെ ഒരു പോംവഴി പറഞ്ഞു തരാം. ആരെങ്കിലും അദ്ദേഹത്തിന്റെ ജരാനരകളെ സ്വയം ഏറ്റെടുത്ത് ഏതെങ്കിലും ഒരു യുവാവ് തന്റെ യൗവനത്തെ അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അതിനുവേണ്ടി ഭാരത്തിന് ഒരു ചെറിയ മാറ്റം കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആര് കൊടുക്കും? ആരുടെ യൗവനം ആര് കൊടുക്കും? ആർക്കും അനുഭവിച്ച് മതിയായിട്ടില്ല ഈ ലോകത്തില്. അപ്പൊ മക്കളോട്, മൂത്ത മക്കളോട് യദു, തുർവസു, ദ്രുഹ്യു, അനു മുതലായവരോടൊക്കെ ചോദിച്ചിട്ടും 4 പേരും കൊടുത്തില്ല. 5ാമനായിട്ടുള്ള പൂരു എന്ന് പറഞ്ഞവൻ അച്ഛന് യൗവനം കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ആ പൂരുവിന്റെ യൗവനത്തെ ഏറ്റെടുത്ത് പൂരുവിന് തന്റെ ജരാനരകളെ കൊടുത്ത് പിന്നെയും 1000 വർഷം ഈ യയാതി ഭാര്യയുമായിട്ട് ദാമ്പത്യ ജീവിതം നയിച്ചു എന്നാ. എന്നിട്ടും അദ്ദേഹത്തിന് മതിയായില്ല എന്നാ. പക്ഷെ അദ്ദേഹത്തിന് വിവേകം ഉണ്ടായി. ആ വിവേകം ഉണ്ടായി, അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ട് സ്വയം പാടുന്നുണ്ട്, സ്വയം ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്താ ഈ കാണിക്കുന്നത്, ഇതെന്താ ഈ ആശ തീരാത്തത് എന്ന് വിവേകം ചെയ്ത് പിന്നെ ഭാര്യയോടും മക്കളോടും വന്ന് അദ്ദേഹം പറയുന്ന ഉപദേശം വളരെ പ്രശസ്തമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും ആഗ്രഹങ്ങളെ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് അവയെ തൃപ്തിപ്പെടുത്താൻ, അവയെ നിലയ്ക്ക് നിർത്താൻ, അവയെ ശമിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും തോറും അഗ്നിയെ കെടുത്താൻ നെയ്യൊഴിക്കുന്നത് പോലെയാണ്. നെയ്യൊഴിച്ച് അഗ്നിയെ കെടുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? അത് കൂടുതൽ കൂടുതൽ ആളിക്കത്തുകയുള്ളൂ. അതുപോലെയാണ് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും തോറും ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശാമ്യതേ ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. വളരെ പ്രശസ്തമായിട്ടുള്ള യയാതിയുടെ വചനങ്ങളാണ്. നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ക്ഷീയതേ. കാമങ്ങളുടെ, വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് നമ്മുടെ കാമങ്ങൾ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. ഹവിഷാ കൃഷ്ണവർമ്മേവ എന്ന് പറഞ്ഞു. ഭൂയയേവ വിവർദ്ധതേ. കൃഷ്ണവർമ്മ എന്നുള്ളത് അഗ്നിയുടെ പര്യായമാണ്. കറുത്ത വസ്ത്രമുള്ളവൻ, കവചമുള്ളവൻ എന്ന് വെച്ചാൽ പുകയാവുന്ന കവചമുള്ളവനാണ് അഗ്നി. അതുകൊണ്ട് കൃഷ്ണവർമ്മ എന്ന അദ്ദേഹത്തിന് പേര് അഗ്നിക്ക്. അത് ഹവിസ് കൊണ്ട്, ഹവിസ് എന്നാൽ നെയ്യ്. അപ്പൊ നെയ്യൊഴിച്ചുകൊണ്ട് കൃഷ്ണവർമ്മയെ കെടുത്താൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? ഭൂയയേവ വിവർദ്ധതേ. വീണ്ടും വീണ്ടും വർദ്ധിച്ചു തന്നെ വരുള്ളൂ. അതുപോലെയാണ് നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശാമ്യതേ. ശമിക്കുകയില്ല. ഇത് പഠിച്ചു. 1000 കൊല്ലം ജീവിച്ചിട്ട് യയാതി പഠിച്ചു. അതാണ് യയാതി തന്റെ മക്കൾക്ക് ഉപദേശിച്ചത്. മക്കളെ, എന്നെ പോലെ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ, നിങ്ങൾ എന്നെ പോലെ ആവരുത്, വേഗം വന്ന കാര്യം നോക്കണം. ഈ ആഗ്രഹങ്ങളെ പോഷിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ, പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു അറ്റവും ഇല്ല കേട്ടോ. ആയുസ് തീർന്നു പോകുന്നല്ലാതെ ആശകൾ തീർന്നു പോകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങളും നിങ്ങളുടെ വംശത്തിൽ വരുന്നവരും ഒക്കെ എൻ്റെ ഈ ഉപദേശം ഒന്ന് എഴുതി വെക്കണം കേട്ടോ, കൊട്ടാരത്തിൽ എവിടെയെങ്കിലും എന്ന രീതിയിൽ അദ്ദേഹം ഉപദേശിച്ചു. അതെവിടെയെങ്കിലും എഴുതി വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ഭീഷ്മര് ശന്തനുവിന് വേണ്ടി സത്യവതിയെ ചെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ലായിരുന്നു. ഭീഷ്മർക്ക് പറ്റിയ ഏറ്റവും വലിയ
തെറ്റ്, അബദ്ധം വയസ്സായ അച്ഛനെ പഠിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. ഇതേ വംശത്തിലാണ്, ഈ യയാതിയുടെ വംശത്തിലാണ്. അച്ഛന്റെ കാമങ്ങളെ പോഷിപ്പിക്കാൻ അച്ഛൻ പോലും സ്വയം നിയന്ത്രിച്ചിരിക്കുമ്പോൾ, അച്ഛൻ പോലും വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ, അത് ധാർമ്മികമല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്ന അച്ഛനെ, വയസ്സുകാലത്ത് വാനപ്രസ്ഥം പോകേണ്ട അച്ഛനെ, അതിലായിരുന്നു അദ്ദേഹം. മകനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്ത് യുവരാജാവായി തീർന്ന് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിക്കഴിഞ്ഞിരുന്നു ദേവവ്രതൻ എന്ന ഗംഗാദത്തൻ. നല്ല രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗംഗാദത്തൻ. അച്ഛൻ വെറും വിനോദമായിട്ട് നടന്നു, നായാട്ടിനും മറ്റുമൊക്കെ പോയി. ആ നായാട്ടിന് പോയിരുന്നത് അദ്ദേഹം വല്ല സന്യാസിമാരെടുത്ത് സത്സംഗത്തിന് പോയിരുന്നെങ്കിൽ നേരെ ആയേനെ. അപ്പൊ വയസ്സുകാലത്ത് അദ്ദേഹത്തിന് വേണ്ടതിനല്ല തോന്നിയത്, അദ്ദേഹം നായാട്ടിന് പോയി, അങ്ങനെ വേണ്ടാത്തടത്ത് പോയി. അതാണ് സത്യവതിയെ കണ്ടെത്തിയത്. നേരെ മറിച്ച് അദ്ദേഹം മകൻ നന്നായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങി എന്ന് ബോധ്യം വന്നാൽ നേരെ പോകേണ്ടത് ഗുരുക്കന്മാരുടെ അടുത്തേക്കായിരുന്നു. അതെ, എന്റെ കാര്യം നോക്കാൻ, എന്റെ രാജ്യത്തിന്റെ കാര്യം നോക്കാൻ, പ്രജകളുടെ കാര്യം നോക്കാൻ എന്നേക്കാൾ മിടുമിടുക്കനായിട്ട് എല്ലാ കഴിവുള്ള പ്രഗത്ഭനായിട്ട് ഒരു പുത്രനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയായി എനിക്ക് റിട്ടയർ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഇനി എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിയോഗിക്കുന്നു. അതുകൊണ്ട് ഗുരുക്കന്മാരെ നിങ്ങൾ ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞ് വല്ല ഗുരുക്കന്മാരുടെ അടുത്തേക്കും പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നായാട്ടിന് പോകണ്ടായിരുന്നു. അദ്ദേഹം വേണ്ടാത്ത പണിക്ക് പോയിട്ടാണ് വേണ്ടാത്ത ട്രാപ്പിലൊക്കെ പോയി പെട്ടത്. എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇത് ന്യായമല്ല. തൻ്റെ മകൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സിംഹാസനം കൊടുക്കില്ല എന്നും, ഈ മത്സ്യഗന്ധിയിൽ ഉണ്ടാകുന്ന, സത്യവതിയിൽ ഉണ്ടാകില്ലയോ, ആണോ പെണ്ണോ നപുംസകമോ എന്താ ഉണ്ടാവാൻ പോണെന്ന് ഒരു നിശ്ചയമില്ലാത്ത, ഇതിനു വേണ്ടിയിട്ടൊരു പ്രോമിസ്, അത് കയ്യിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ പോകുന്ന ന്യായമല്ലേ? അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിന്തിരിഞ്ഞതാണ്. അങ്ങനെയുള്ള അച്ഛനെ വിഷയഭോഗങ്ങളിലേക്ക് തിരിച്ച് തള്ളിയിട്ട പുത്രൻ എന്ന പേരിന് കളങ്കമായിട്ടുള്ള ആളാണ് ഭീഷ്മർ എന്ന് പറയാം. പുന്നാമ നരകാത് ത്രായതേതി പുത്രഃ. അച്ഛനെ നരകങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. ഇവിടെ അച്ഛനെ നരകത്തിലേക്ക് തള്ളിയിട്ടിട്ട് വലിയൊരു പ്രതിജ്ഞയും ചെയ്ത് ആ പ്രതിജ്ഞയെ മുറുക്കെ പിടിച്ചുകൊണ്ട് പിന്നെ അധർമ്മങ്ങളുടെ പരമ്പരയ്ക്ക് കൂട്ടുനിന്ന, സ്വയം അധർമ്മം പ്രവർത്തിച്ച ഒരു പുരുഷനാണ് ഭീഷ്മൻ. നമ്മൾ ഭീഷ്മരുടെ ചരിത്രത്തെ വേണ്ട രീതിയിൽ പഠിക്കണം. ഇവിടുന്നാണ് തുടങ്ങുന്നത്, ഈ ശന്തനുവിന്റെ പ്രശ്നത്തിൽ നിന്ന്. അപ്പൊ യയാതി പറഞ്ഞത് ശന്തനുവും ഭീഷ്മരും ഓർമ്മ വെച്ചിരുന്നെങ്കിൽ, അതിനാണ് പൂർവീകരുടെ കഥയൊക്കെ പറയുന്നത്. ശ്രേഷ്ഠനായ ഭരതന്റെ വംശത്തിലാണ് ഇതുപോലെയുള്ള ആളുകൾ വന്ന് ജനിച്ചത്. ഇതുപോലെ ധർമ്മം ലംഘിച്ചതായിട്ടുള്ള ആളുകളുടെ പരമ്പരകൾ ഉണ്ടായത് മഹാനായ ഭരതന്റെ വംശത്തിൽ. അതാണ് മഹാഭാരതം ഭരതന്റെ വംശകഥയാണ്, ത്യാഗിയായ ഭരതന്റെ വംശകഥയാണ്. അവിടുന്നാണ് അധപ്പതിച്ചത് ഈ മഹാഭാരതം. അത് വേറൊരു വിഷയം. മഹാഭാരതം നമുക്ക് പിന്നൊരിക്കൽ ചർച്ച ചെയ്യാം. ഇവിടെ പറഞ്ഞു വന്നത് ആശ. നജാതു കാമാഹ കാമാനാം ഉപഭോഗേന ശമ്യതേ ഹവിഷാ കൃഷ്ണവർമ്മേവ ഭൂയയേവ വിവർദ്ധതേ. അപ്പോ കാലം പോകുന്നു, വന്ന കാര്യം വേഗം നോക്കുക. എപ്പോ വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടി വരും, പോകേണ്ടി വരും. അപ്പൊ ഞാൻ എൻ്റെ ഇന്നതും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാലൻ. അതൊക്കെ അവിടെ പാതിയിൽ വിട്ടോളൂ, പോന്നോളൂ എന്ന് പറയും. ഇത്രയേ നിങ്ങളെ കൊണ്ട് വിധിച്ചിട്ടുള്ളൂ, നിങ്ങൾക്കുള്ള സമയം ഓവർ. ഫുട്ബോൾ കളിയിൽ 90 മിനിറ്റ് കഴിഞ്ഞാൽ വിസിലടിക്കില്ലേ? അതിൻ്റെ ഇടയിൽ എതിർ ടീം 4 ഗോൾ അടിച്ചിട്ട് നമ്മൾ 2 അടിച്ചിട്ടുള്ളൂ, കഴിഞ്ഞു. എനിക്ക് കുറച്ചുകൂടി സമയം തന്നാൽ ഞാൻ ഗോൾ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞു എതിർ ടീം. ഒപ്പത്തിനൊപ്പം നിന്നാലേ എക്സ്ട്രാ ടൈം കൊടുക്കുള്ളൂ, അല്ലേ? അതിലും പരിമിതമായിട്ടുള്ള സമയമാണ് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ വിസിൽ അടിക്കും റഫറി. എല്ലാ കളിയിലുണ്ട് ടൈം. കാല ക്രീഡതി ഗച്ഛത്യായു. അതുകൊണ്ട് ഉള്ള സമയത്ത് ആവേണ്ടത് നേടേണ്ടത് നേടണം, ചെയ്യേണ്ടത് ചെയ്യണം.
അപ്പൊ ഇവിടെ തതപിന മുഞ്ചതി ആശാവായു, ആശാവായു വിട്ടുപോകുന്നില്ല. ആശയാണ് ഈ മനുഷ്യനെ ഭൂമിയിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ടേയിരിക്കുന്നത്. പോകാൻ തയ്യാറില്ല. യമൻ വന്ന് വിളിച്ചാലും എന്നെ ഇപ്പൊ കൊണ്ടുപോകരുത്, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ, അവൾക്കൊരു കുട്ടി ഉണ്ടായിട്ട് വേണം എനിക്ക് പോകാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മള്. ഇതാ വിഷു ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ, തിരുവാതിര വരണേയുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോകാം, അപ്പോഴേക്കും ശിവരാത്രിയായി, പോക്കുണ്ടാവില്ല എന്ന് പറയാം. അതിനാണ് പൂന്താനവും പാടിയത്. വന്നു ഓണം വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും, അതുപോലെ ഉണ്ണി ഉണ്ടായി കണ്ടിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വരികൾ ഓർമ്മിക്കുക. ഇതിന്റെ പകർപ്പാണത്, മലയാള പകർപ്പ്. കാലക്രീഡതി ഗച്ഛത്യായുഹു തതപിന മുഞ്ചത്യാശാവായുഹു. കാലത്തിന്റെ വേഗതയെക്കുറിച്ച് ബോധവാന്മാരാകുക, വന്ന കാര്യം വേഗം നോക്കുക, എപ്പ വേണമെങ്കിൽ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആവാം. നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല ടിക്കറ്റ്, ഏത് വണ്ടിക്കാ പോകേണ്ടതെന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് മാത്രം നമുക്ക് സസ്പെൻസ് ആണ്. വരുമ്പോഴേ അറിയുള്ളൂ. വണ്ടി കയറ്റും, കൊണ്ടുപോകും. അപ്പോ അതിഗംഭീരമായിട്ടുള്ള ചിന്തിക്കാനുള്ളതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിര വസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇതുവരേക്കാണ് ആചാര്യ ഭഗവത്പാദരുടെ 12 ശ്ലോകങ്ങൾ എന്ന് പറയപ്പെടുന്നു. ദ്വാദശ മഞ്ജരികാ സ്തോത്രം. ഇനി അവസാനമാണ് അദ്ദേഹം 4 ശ്ലോകങ്ങൾ പറയുന്നത്. അപ്പോ ഇടയ്ക്ക് ഇനി 14 ശ്ലോകങ്ങള് ശങ്കരാചാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ, അന്ന് 14 ശിഷ്യന്മാരുണ്ടായിരുന്നു കാശിയില് എന്നാ പറയുന്നത്. ആ 14 പേരും ഓരോരോ ശ്ലോകം വെച്ച് പാടി. അങ്ങനെ ചതുർദശ മഞ്ജരികാ സ്തോത്രം എന്ന് പറഞ്ഞു. ശിഷ്യന്മാരാരും മോശക്കാരല്ല, ഒക്കെ ശങ്കരാചാര്യരെ പോലെ തന്നെയുള്ള ആൾക്കാർ തന്നെ. അതുകൊണ്ട് തന്നെ ശ്ലോകങ്ങളൊക്കെ അതേപോലെയുള്ള അർത്ഥം, അതേപോലെ ഗംഭീരം എന്നർത്ഥം. അടുത്ത ശ്ലോകം ഒന്ന് വേഗം നോക്കാം. കാതേ കാന്താ ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതി രേഖ ഭവതി ഭവാർണവതരണേ നൗകാ. കാതേ കാന്താ ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതി രേഖ ഭവതി ഭവാർണവതരണേ നൗകാ. വേറൊരു മൂടനെ നോക്കി ആചാര്യ ഭഗവത്പാദരുടെ ഒരു മുതിർന്ന ശിഷ്യനായിട്ടുള്ള പത്മപാദർ പാടിയതാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, കാതേ കാന്താദനഗത ചിന്ത. ഏയ് തേ, നിനക്ക് കാന്താദനഗത ചിന്ത കാ, എന്തൊരു ചിന്തയാണിത്? എപ്പോ നോക്കിയാലും ഭാര്യയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും മാത്രമുള്ള ചിന്ത. ധനഗത ചിന്ത, ധനത്തിൽ ഗമിച്ചതും കാന്താഗത ചിന്തയും. ഇവിടെ ഒറ്റ പദമാണ് കാന്താധനഗത ചിന്ത എന്നുള്ളത്. കാന്തയിലും ധനത്തിലും ഗമിച്ചതായിട്ടുള്ള ചിന്ത. അപ്പോ കാമിനി കാഞ്ചനം, ഭാര്യയെക്കുറിച്ചും ധനത്തെക്കുറിച്ചും. ഭാര്യയെ സന്തോഷിപ്പിക്കണം, ഭാര്യയിൽ നിന്ന് തനിക്കുമുള്ള പ്ലഷേഴ്സ് നേടണം. ഭാര്യയെ അങ്ങോട്ട് സന്തോഷിപ്പിച്ചാലേ അവൾ ഇങ്ങോട്ട് സന്തോഷിപ്പിക്കുള്ളൂ. അതുപോലെ ധനം ഉണ്ടാക്കണം. ധനം ഉണ്ടാക്കുന്നത് ഭാര്യയ്ക്കും തനിക്കും, കുട്ടികൾ ഉണ്ടായാൽ അവർക്കും സന്തോഷിക്കാൻ, അത്യാവശ്യം തട്ടാന് കൊടുക്കാൻ, അല്ലെ? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ തട്ടാനും, വേണമെങ്കിൽ കുട്ടികളും. ഇതാണ് ലോകത്തിന്റെ ചിന്ത. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടാണ് ചോദിക്കുന്നത്, എന്താ നിനക്ക് എപ്പോ നോക്കിയാലും നിന്റെ ഭാര്യയുടെയും ധനത്തിന്റെയും ചിന്തകളെ ഉള്ളോ? അത് മാത്രമേ ഉള്ളൂ. വാതുല തവ നിയന്താ നാസ്തിക്കും. വാതുല എന്ന് പറഞ്ഞാല് ഭ്രാന്ത എന്നാണ് അർത്ഥം. വാതുലൻ എന്നാൽ ഭ്രാന്തൻ, അല്ലയോ ഭ്രാന്ത, ഭ്രമിച്ചിരിക്കുന്നവൻ എന്നാണ് ഭ്രാന്തൻ എന്നർത്ഥം. ഒരു ലക്ഷ്യവുമില്ലാതെ അലയുന്നവൻ എന്നാണ് വാതുല ശബ്ദത്തിന് അർത്ഥം. ഭ്രാന്തനെ പോലെ, ഉന്മത്തനെ പോലെ
എപ്പോ നോക്കിയാലും വിഷയങ്ങളിൽ മുഴുകി അലഞ്ഞു തിരിയുന്നവൻ. വാതുല തവ നിയന്താ നാസ്തിക്കും, നിനക്ക് പേടിക്കാനും നിയമിക്കാനൊന്നും ആരും ഇല്ലേ? നിനക്ക് നാഥനായിട്ട് ആരുമില്ലേ? നിന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? നീ എന്താ ഇങ്ങനെ താന്തോന്നിയായിട്ട് നടക്കണത്? ഭാര്യാധനം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഭാര്യയെ സന്തോഷിപ്പിക്കാനും ധനത്തെ സമ്പാദിക്കാനുമായി ഇനി ഭാര്യമാരുമാവാം, ഒരു ഭാര്യയല്ല കാമുകിമാരുമാവാം. അതൊക്കെ കാന്താ ശബ്ദത്തില് അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ എങ്ങനെ സ്ത്രീ വിഷയത്തിലും ധനം സമ്പാദിക്കുന്നതിനും മാത്രമാണോ നിന്റെ ജീവിതം? അതിനാണോ നിന്റെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് പേടിക്കാൻ നിയന്താവായിട്ട് ആരുമില്ലേ? ഈശ്വരൻ ഇല്ലേ? ഈശ്വരനെ കുറിച്ചൊരു ഭയമില്ലേ നിനക്ക്? ഒരു കുലുക്കി ചോദിച്ചിട്ട് പറയണം, ത്രിജഗതി സജ്ജന സംഗതി രേഖാ ഭവതി ഭവാർണവ തരണേ നൗക. ത്രിജഗതി, ഈ 3 ലോകത്തിലും ഭവാർണവ തരണേ നൗക, ഈ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ ഈ ആവർത്തന സ്വഭാവമുള്ള ദുഃഖപൂർണമായ ഈ ജീവിതം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ചർവിത ചർവണം, ചവച്ചതിനെ തന്നെ ചവയ്ക്കുന്നതായിട്ടുള്ള ഈ ജീവിതം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. എന്താണ് മെനു? മാറി 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 ഉണ്ടാക്കുക തന്നെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നാളെ ഡിന്നറിനാക്കാം. അങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഓരോന്ന് മാറി മാറിക്കൊണ്ടിരിക്കുക. ഇത് ചർവിത ചർവണം തന്നെ. ഇന്നലെ ദോശ, ഇന്ന് ഇഡ്ലി, നാളെ ദോശ, മറ്റന്നാൾ ഇഡ്ലി. ഇന്ന് സാമ്പാർ, നാളെ പുളുങ്കറി അല്ലെങ്കിൽ മോര് കൂട്ടാൻ, മുളകിഷ്യം, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മാറി മാറിയിട്ട്. അത് പോരാതെയാണ് ഇപ്പൊ വെറൈറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം, കണ്ടുപിടിച്ചോണ്ടേയിരിക്കണം ഓരോരുത്തർ. അപ്പോ ഇങ്ങനെ കാലം കളഞ്ഞാൽ മതിയോ? നിയന്ത്രണമില്ലാതെ ജീവിച്ചാൽ മതിയോ? ഭാര്യ മക്കള് ധനം എന്ന് കരുതി ജീവിച്ചാൽ മതിയോ? അപ്പൊ ഭവാർണവ തരണേ നൗകാ ഭവതി, ഈ സംസാര സാഗരത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാനുള്ള നൗകയുണ്ട്. ആരാണവര്? സജ്ജന സംഗതി ഏകാ, ഒറ്റ തോണിയുള്ളൂ, ഒറ്റ കപ്പലേ ഉള്ളൂ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ. ആരാണത്? സജ്ജന സംഗതി, സജ്ജനങ്ങളുമായിട്ടുള്ള സംഗതി. സംഗതി ചേർച്ച, സമ്യക്കായ ഗമനം. സജ്ജനങ്ങളെ ഗമിക്കുക, സജ്ജനങ്ങളെ പ്രാപിക്കുക. അവർ നിന്നെ സത്തിലേക്ക് നയിക്കും, ശാശ്വതമായതിലേക്ക് നയിക്കും, നിത്യമായ അവസ്ഥയിലേക്ക് നയിക്കും. ഈ അനിത്യതയിൽ നിന്ന്, ഈ അനിശ്ചിതത്വത്തിൽ നിന്ന്, ഈ കറക്കത്തിൽ നിന്ന്, ഈ ഭവം, ഈ സംസാരം, ഈ അർണവം, അറ്റം കാണാത്ത ആഴമറിയാത്ത ദുരന്തപൂർണമായിരിക്കുന്ന ഈ അനിശ്ചിതത്വത്തിൽ നിന്ന് നിനക്ക് മുക്തി വേണ്ടേ? ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് നിനക്ക് കര കയറണ്ടേ? ആഴം കാണാതെ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് നീ. അതിൽ നിന്ന് നിനക്ക് കര കയറണ്ടേ? അതിനുള്ള വഴി, ഒറ്റ വഴിയേ ഉള്ളൂ. സജ്ജന സംഗതി ഏകാ നൗക. There is only one boat available. ഏകാ നൗക, ത്രിജഗതി, ഈ 3 ലോകത്തിലും. അപ്പൊ സജ്ജന സംഗതിയുടെ പ്രാധാന്യത്തെ എടുത്തു പറയണം. യുണീക്നെസ്, നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്ന, സമാധാനത്തിലേക്ക് നയിക്കുന്ന, ആത്മാവിലേക്ക് നയിക്കുന്ന, ശാശ്വതമായ ആനന്ദത്തിലേക്ക് നയിക്കുന്ന ആളുകളാണ് സജ്ജനങ്ങൾ. സത്തിലേക്ക് നയിക്കുന്ന, സദാചാര നിരതന്മാരായിരിക്കുന്ന, ഈശ്വര ഭക്തന്മാരായിരിക്കുന്ന മഹാത്മാക്കളാണ് സജ്ജനങ്ങൾ. അവരെ സമീപിക്കൂ. അവരാണ് തോണി. അവരൊറ്റ തോണിയേ ഉള്ളൂ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുവാനായിക്കൊണ്ട്. ത്രിജഗതി സജ്ജന സംഗതി ഏകാ നൗക ഭവാർണവ തരണി. ഈ ഭവാർണവം, ഭവമാകുന്ന അർണവം, സംസാരമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുവാൻ ഒരൊറ്റ തോണിയേ ഉള്ളൂ. അത് സജ്ജന സംഗതിയാണ്. സജ്ജന സംഗതിയുടെ ഇമ്പോർട്ടൻസ് ആണ് ഈ ശ്ലോകത്തില് ഈ ശിഷ്യൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് ഈ ആവർത്തന സ്വഭാവമുള്ള ചർവിത ചർവണമായിരിക്കുന്ന, ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ ചവച്ചതിനെ തന്നെ ചവയ്ക്കുക. ഈ പിള്ളേര് ചൂയിങ്കം തിന്നുന്ന കണ്ടിട്ടില്ലേ? എന്തായാലുള്ളത് വായ കടയുന്ന മാത്രം. അറിയാതെ വല്ല ഉള്ളിലേക്ക് പോയാൽ പണിയായി, ഒരു ഉപകാരവും ഇല്ല. വെറുതെ വായിലിട്ട് ചവച്ചോണ്ടേയിരിക്കുന്നുണ്ട്. ചർവിത ചർവണം.
ഒരു രസമില്ല അതില്. ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുപോലെയാണ് ഇവിടെ മനുഷ്യ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഓരോരുത്തരും ഒരു അർത്ഥവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കണു. രാവിലെ ആവണു, രാത്രി ആവണു, ചോറ് വെക്കണു, കൂട്ടാൻ വെക്കണു, ഉണ്ണണു, ഉറങ്ങണു, മേറ്റ് ചെയ്യണു, പിന്നെയും പിറ്റേ ദിവസമായി ഓടുകയായി, നട്ടോട്ടം, കുറിയോട്ടം. ഓരോ ദിവസവും നേരം പുലരുന്നത് ഇന്നെന്തൊക്കെ ആവലാതിയാണ് എന്ന് നോക്കിക്കൊണ്ടാണ്, ഭയപ്പെട്ടുകൊണ്ടാണ് ഓരോരുത്തരും രാവിലെ ഉണരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയാൽ മതി വീട്ടിൽ പോയി കിടക്കാനെന്ന് വിചാരിക്കും. എന്നിട്ട് വൈകുന്നേരമായി കിടന്നാലോ പിന്നെയും പിറ്റേ ദിവസം ഇത് തന്നെ ഓട്ടം. ഇതിനൊരു മാറ്റം വേണ്ടേ? അതിനാണ് സത്സംഗം. ആ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും സത്സംഗം. ത്രിജഗതി സജ്ജന സംഗതി രേഖാ ഭവതി ഭവാർണവ തരണേ നൗക. വളരെ ലളിതമായിട്ടുള്ള മുമ്പ് പറഞ്ഞ ആശയങ്ങളുടെ തന്നെ ആവർത്തനം. കാതേ കാന്താധനഗത ചിന്ത വാതുലകിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതി രേഖ ഭവതി ഭവാർണവ തരണേ നൗക. അപ്പൊ സജ്ജന സംഗതി കൊണ്ട് കാട്ടാളനായ രത്നാകരൻ വാത്മീകി മഹർഷിയായി ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അനശ്വരമായ കീർത്തിയോടുകൂടിയവനായി തീർന്നു. അല്ലേ? സജ്ജന സംഗതിയുടെ ഫലം. അസുരബാലനായ പ്രഹ്ലാദൻ നാരദനുമായിട്ടുള്ള ഗർഭത്തിൽ കിടക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായ സംഗതി കൊണ്ട് ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, ഭഗവത് കഥകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഭാഗവതോത്തമനായിട്ടുള്ള പ്രഹ്ലാദന്റെ ചരിതവും നിലനിൽക്കും. അപ്പൊ ഇങ്ങനെ എത്ര 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 മഹാത്മാക്കളുടെ ചരിത്രങ്ങൾ, അവരൊക്കെ എത്ര നീച അവസ്ഥയിൽ നിന്ന് എത്ര വലിയ ട്രാൻസ്ഫർമേഷൻ അവർക്കുണ്ടായി നോക്കൂ. എത്ര അധപ്പതിച്ചതായിട്ടുള്ള, എത്ര നികൃഷ്ടമായ ജീവിതം നയിക്കേണ്ടവരായിരുന്നു അവര്. അവരിൽ നിന്ന് എത്ര ഉത്കൃഷ്ടമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് അവരെത്തി. അപ്പോ സജ്ജന സംഗതിക്ക് മനുഷ്യനെ മാറ്റിമറിക്കാനുള്ളതായിട്ടുള്ള സാമർഥ്യം വേറൊന്നിനും ഇല്ല. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ്, സാധനയാണ് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, സത്സംഗം. ഓക്കെ, നാളെ തുടരാം. സമയം അതിക്രമിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. നാളെ രാവിലെ 8:30 കാലഭൈരവാഷ്ടകം, 10:00 ഭജഗോവിന്ദം തുടരുന്നതായിരിക്കും. നാരായണ.